നെടുമ്പാശ്ശേരിയിൽ നിന്നും ഹൈദരാബാദിലോട്ട് ഫ്ലൈറ്റിൽ പോകുന്ന യാത്രയുടെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് അവിടെ ചെന്ന് എത്തുമ്പോൾ കുറേ കൗണ്ടറുകൾ കാണും. ഏതെങ്കിലും ഒരു കൗണ്ടറിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ചെക്കിങ്, അതിൽ ആധാറും ടിക്കറ്റുമാണ് ചോദിക്കുന്നത്. അത് കാണിച്ചു കൊടുത്ത് എല്ലാം കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി അങ്ങ് പോകണം അകത്തോട്ട്. അടുത്ത ചെക്കിങ് സ്ഥലം ഏതാണെന്ന് നമ്മൾ അവിടെ പോയി ചോദിക്കണം. ഏത് കമ്പനിയാണോ ഫ്ലൈറ്റിൻ്റെ ആ കമ്പനിയുടെ അവിടെയാണ് പോയി നിൽക്കേണ്ടത്. ഞങ്ങളുടെ ഒരു ഇൻഡിഗോ ആയിരുന്നു. ഞങ്ങൾ അവിടെ പോയി നിന്നു. ബോർഡിംഗ് പാസ് എടുക്കാനാണ് അവിടെ പോയി നിന്നത്. ഓരോ കൗണ്ടറും അതാത് സ്ഥലത്തിൻ്റെ പേര് എഴുതി അവിടെ വെച്ചിട്ടുണ്ടാവും. ബോർഡിംഗ് പാസിൽ എവിടെയാണ് പോകേണ്ടത് ആ സ്ഥലത്തിൻ്റെ പേരും എല്ലാമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ആ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ് എടുക്കണം. ഇനി നമ്മുടെ ബാഗും എല്ലാം അവിടെ ചെക്കിങ്ങിന് കൊടുത്ത് ദേഹപരിശോധനയും കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗെല്ലാം നമുക്ക് തിരിച്ചെഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം അതാത് അവിടെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മളൊരു സ്ഥലത്ത് പോയി ഇരിക്കണം ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം. ഇനിയാണ് ചെക്കിങ്. മെറ്റൽ കൊണ്ടുണ്ടാക്കിയ എല്ലാ വസ്തുക്കളും ഇത് കഴിഞ്ഞ് അടുത്ത പ്ലെയിൻ എത്ര മണിക്കാണെന്ന് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വഴിയിലൂടെയാണ് അങ്ങോട്ട് പോകേണ്ടതെന്നുള്ള ഗേറ്റ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. നമ്മൾ അങ്ങോട്ട് ഫ്ലൈറ്റ് വരുന്ന സ്ഥലത്തങ്ങ് പോകണം. കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കെല്ലാം അത് തിരിച്ച് കിട്ടും. അതിനുശേഷം നമ്മൾ ഇരുന്ന് നമ്മളെ അടുത്ത് പറയുന്നു ഫ്ലൈറ്റ് വരാൻ സമയമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ സ്ഥലത്ത് പോയി ഇരിക്കണം. എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെ ചെല്ലും. അവിടെ പ്ലെയിൻ വരുന്നതും കാത്ത് നമ്മൾ ഇരിക്കണം. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പ്ലെയിൻ വരുന്നതും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ കയറി പോകാനുള്ള പ്ലെയിൻ ഇൻഡിഗോയാണ്. അതാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി ഇതിലാണ് നമ്മൾ കയറി പോകേണ്ടത്. വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇനി അത് എടുക്കുന്ന സമയത്ത് നമുക്കതിൽ കയറി പോകാം. मैं तो नहीं बैठूंगा पापा, मैं नहीं बैठूंगा, मैं जा रहा हूँ पापा। मैं ट्रेन से आता हूँ, तुम जाओ प्लेन से। मैं ट्रेन से आता हूँ, ट्रेन से आता हूँ। ഫ്ലൈറ്റ് വന്നെത്തിയപ്പോൾ എല്ലാവരും അതാത് സ്ഥലത്ത് പോയി എവിടെ നിന്നാണ് കയറേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ പോയി നിൽക്കുകയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹൈദരാബാദ് പോകാനുള്ള പ്ലെയിൻ വരുന്ന സ്ഥലത്തിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ട് കയറി പോവുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയി. എല്ലാവരും ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നേരെ അങ്ങോട്ട് നടന്നു. പല സ്ഥലത്തും പല ചെക്കിങ്ങുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ കുറേ നടന്ന്
ഫ്ലൈറ്റിൽ കയറാനുള്ള അടുത്തെത്തി. എല്ലാവരും ഫ്ലൈറ്റിലോട്ട് കയറി പോവുകയാണ്. ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ അവിടെ എയർ ഹോസ്റ്റസ് വന്ന് നമ്മുടെ അടുത്ത് വർത്താനമൊക്കെ പറയുന്നു. അങ്ങനെ നമ്മൾ സീറ്റിൽ വന്ന് ഇരുന്നു. സീറ്റ് ബെൽറ്റൊക്കെ ഇടാൻ വേണ്ടി അവർ വന്ന് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. എല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരുന്നു. Oxygen masks will fall automatically from the panel above. Pull a mask down sharply to initiate oxygen flow. Cover your nose and mouth and breathe normally. നമ്മുടെ ക്യാബിൻ ക്രൂ മെമ്പർ വന്ന് നമുക്ക് വെള്ളമൊക്കെ തരുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ അത് വേറെ മേടിക്കണം. അല്ലെങ്കിൽ ടിക്കറ്റിൽ കൂടുതൽ ചാർജ് ഇട്ട ടിക്കറ്റാണെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കും. എൻ്റെ കൊച്ചുമോനെ അവിടെ കളിച്ച് നടക്കുകയാണ്. ട്രെയിനിൽ കയറി ഉടനെ അവന് ഭയങ്കര കളി. വേറെ 3 പിള്ളേരുണ്ട്. മോളുടെ 2 മക്കളും മോൻ്റെ 2 മക്കളും. മോനും വൈഫും മക്കളും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അവരെ കാണാൻ പറ്റില്ല. അവനവിടെ എല്ലാം ഓടി നടക്കുകയാണ്. അങ്ങനെ പതുക്കെ എടുത്ത് പ്ലെയിൻ ഒരൊറ്റ പൊക്കൽ ആയിരുന്നു മുകളിലോട്ട്. അങ്ങനെ എറണാകുളത്ത് നിന്നും ഹൈദരാബാദിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നിശബ്ദതയായിരുന്നു. 1 മണിക്കൂർ എങ്ങനെയെങ്കിലും കഴിഞ്ഞു. ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഇരുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം പൈലറ്റ് വിളിച്ചു പറഞ്ഞു എത്താറായി. അങ്ങനെ സീറ്റ് ബെൽറ്റെല്ലാം ഊരി. ഇടാൻ പറഞ്ഞു. ഫോണെല്ലാം ഓഫാക്കിയാണ് വെച്ചിരുന്നത്. വണ്ടിയിൽ കയറിയ ഉടനെ പൈലറ്റ് വിളിച്ചു പറഞ്ഞ് ഫോണെല്ലാം ഓഫാക്കണം, പിന്നെ ഫ്ലൈറ്റ് മോഡിലാക്കി ഇടാൻ പറഞ്ഞു. സീറ്റ് ബെൽറ്റൊക്കെ എല്ലാവരും ജനലിൽ കൂടി എല്ലാം കാണാനൊക്കെ പറ്റും. എന്തെങ്കിലും കാഴ്ചകളൊക്കെ. മേഘം വന്ന് മൂടിയാൽ ഒന്നും കാണാൻ പറ്റില്ല. Passengers to please deplane from the forward exit only, as we have aeroplane facility available here. Thank you.
അങ്ങനെ വിമാനം ഹൈദരാബാദിലെത്തി. എല്ലാവരും ഇറങ്ങി. ഞാൻ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഏറ്റവും അവസാനമാണ് ഇറങ്ങിയത്. ഞങ്ങളെല്ലാവരും പതുക്കെ പതുക്കെ നടന്ന് പുറത്തിറങ്ങി. ക്യാബിൻ ക്രൂ മെമ്പറിനോട് യാത്രയെല്ലാം പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. Hyderabad पहुंच गए हैं. धन्यवाद. May I have your attention please? We have arrived at Hyderabad Airport. Thank you. Requesting passengers to kindly remain seated until doors are open. Thank you. कृपया ध्यान दीजिए, यात्रियों से निवेदन है कि वे द्वार खुलने तक अपने स्थान पर बैठे रहें. धन्यवाद. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറേ നടന്ന് അങ്ങോട്ടും താഴ്ത്തുനിന്ന് നടക്കുമ്പോൾ ആ വന്നിറങ്ങിയ ഇത് ഇൻഡിഗോ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതെല്ലാം നമുക്ക് കാണാൻ പറ്റണം. ആ ഫ്ലൈറ്റിൽ കൂടെ എല്ലാം നടന്ന് പോവുകയാണ് എല്ലാവരും. പെട്ടെന്ന് നടന്ന് കുറേ നടക്കണം, എന്നാലേ അവിടെ എത്തുള്ളൂ. ബാഗൊക്കെ മേടിക്കണ സ്ഥലത്ത് ലഗേജ് എല്ലാം മേടിച്ചതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഓടി പോവുകയാണ്. അതിൻ്റെ ഇടയിൽ വാഷ്റൂമിൽ കയറി ഫ്രഷായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നപ്പോഴത്തേക്കും ഒരു വണ്ടി വന്ന് ഞങ്ങളെ അതിൽ കയറ്റി കുറച്ച് സ്ഥലം വരെയും കൊണ്ടുപോയി. പിള്ളേരെല്ലാം നല്ല സന്തോഷത്തിൽ ഓടി നടക്കുകയാണ്. ഹൈദരാബാദ് സ്റ്റേഷൻ എയർപോർട്ട് വളരെ നല്ല എയർപോർട്ടാണ്. നല്ല തണുത്ത കാറ്റായിരുന്നു അവിടെ. കുറച്ച് നേരം അവിടെ ഇറങ്ങി കാത്തു നിന്നപ്പോൾ ഒരു വണ്ടി വന്ന് ഞങ്ങളെ
ആ വണ്ടിയിൽ കയറി, ഒരു ജീപ്പ് പോലത്തെ വണ്ടിയാണ്, അതിൽ കയറി ലഗേജൊക്കെ കിട്ടുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി. ഇത്രയോ നമ്പർ പറഞ്ഞു, ആ നമ്പർ പറഞ്ഞ് അവിടെയാണ് കൊണ്ടുപോയത്. എല്ലാവരും അവിടെ കാത്തു നിൽക്കുകയാണ്, മറ്റേ ജീപ്പ് പോലത്തെ ഒരു വണ്ടിക്ക് വേണ്ടി. ലിഫ്റ്റിൽ ഇറങ്ങാൻ, എന്നാലും ഞങ്ങൾ അതിൽ കയറാതെ ആ വണ്ടി ഒന്ന് ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കാൻ വേണ്ടി. നല്ല കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെ അതിൽ കയറി ഇറങ്ങിപ്പോയപ്പോൾ. നല്ല ദൂരം ഉണ്ടായിരുന്നു. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അതിലിരുന്ന് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറക്കി ഞങ്ങൾ വേറൊരു സ്റ്റെയർ കേസ് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ അവിടെ വന്ന് നല്ല കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നല്ല പതുക്കെ എല്ലാം നടന്ന് കുട്ടികൾക്ക് ഫുഡും എല്ലാം കൊടുത്ത് എല്ലാ സ്ഥലവും ഇങ്ങനെ നോക്കിയും കണ്ടും പതുക്കെ നടന്നു. പിള്ളേർ ഓടി കളിക്കുന്നു. നല്ല താമര പോലത്തെ ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നപ്പോൾ ബാഗുകൾ, ഞങ്ങളുടെ ലഗേജൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതെല്ലാം എടുത്ത് ഓരോന്നായിട്ട് നമ്മുടെ ഉണ്ടല്ലോ മാറ്റി എല്ലാം എടുക്കണം. എൻ്റെ വരാണ്. അതിങ്ങനെ ഇറങ്ങി പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ ബാഗ് വരുമ്പോൾ നമുക്കത് എടുക്കണം. എൻ്റെ മുന്നുണ്ട് ഒരു ബാഗ് വന്നുകൊണ്ടിരിക്കുന്നു. അതങ്ങനെ എടുത്ത് മോനും മോൻ്റെ കൊച്ചും അവിടെ ഇരിക്കുകയാണ്. മോളവിടെ നിൽക്കുന്നു, മോൻ്റെ വൈഫ് അവിടെ നിൽക്കുന്നു, കാജുവാണ് അവിടെ നിൽക്കുന്നത്. ആസാലിയ നിൽക്കുന്നു. എല്ലാവരും അവിടെയൊക്കെ ഓരോന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക, കളിക്കുന്നു. ആസാലിയ ഒളിച്ച് കളിക്കുകയാണ്. കൊച്ചുങ്ങൾക്ക് ഫുഡും എല്ലാം കൊടുത്ത് ലിഫ്റ്റിൽ കയറി പുറത്തോട്ട് ഇറങ്ങി കാറ് പിടിക്കാനുള്ള സ്ഥലത്തോട്ട് പോകുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെക്കിംഗ് ഒന്നുമില്ല. പിന്നെ എക്സിറ്റിൽ നിന്ന് ഉള്ള സ്ഥലം നോക്കി ഇങ്ങനെ അതിലേ ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പുറത്തിറങ്ങി ടാക്സി പിടിച്ച് നന്ദേഡ് എന്ന സ്ഥലത്ത് പോകാൻ വേണ്ടി എല്ലാവരും കാറിൽ കയറിയിരുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതെല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ,
സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത്